ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ക്യാരറ്റും ഗോതമ്പ് പൊടിയും ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു ഹൽവയിലേക്ക് നമ്മൾ കളറൊന്നും തന്നെ ചേർത്തിട്ടില്ല. കുറഞ്ഞ ചേരുവയിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹൽവയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ അരക്കപ്പ് അളവ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കൂട്ട് തയ്യാറാക്കി എടുക്കാം. ഇത് ഒരല്പം ലൂസായാലൊന്നും കുഴപ്പമില്ല. അപ്പോൾ അതാ ഞാനിപ്പം ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൂട്ടാണ് നീഡ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അളവ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് മുങ്ങാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഗോതമ്പ് പൊടിയിൽ നിന്നും പാല് തയ്യാറാക്കി എടുക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതൊരു 3 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ദാ ഇതുപോലെ മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു 3 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും ആ ഒരു കൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അതിൽ നിന്നും പാല് നല്ലപോലെ ഇളകി വരും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ക്യാരറ്റാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ ക്യാരറ്റും 2 മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റുമാണ് എടുത്തിരിക്കുന്നത്. ഇതാദ്യം തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് മിക്സറിൻ്റെ വലിയ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നത് എളുപ്പത്തിൽ അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ആദ്യം ഒന്ന് ഇതുപോലെ ചതച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പളവ് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർക്കുമ്പോൾ ക്യാരറ്റ് നല്ലപോലെ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി ഇതുപോലത്തെ സ്ട്രെയിനറിലൂടെ ഒന്ന് നല്ലപോലെ ജ്യൂസ് എടുക്കാം. പറ്റാവുന്നത്രയും സ്ക്വീസ് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം ആ ഒരു ബാക്കി വന്നത് വീണ്ടും ഒന്നും കൂടെ അരച്ചെടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ വീണ്ടും മിക്സറിൻ്റെ ജാറിലിട്ടിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും മാക്സിമം നമുക്ക് ജ്യൂസ് എടുക്കാം. ഈ ഒരു രീതിക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ ഒട്ടും തന്നെ വേസ്റ്റ് ആകാതെ ക്യാരറ്റിൻ്റെ ഫുൾ പ്യൂരി നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ദാ ഇതുപോലെ ഞാൻ മുഴുവനായിട്ടും തന്നെ നന്നായിട്ട് സ്ക്വീസ് ചെയ്തെടുത്ത് ആ ഒരു ജ്യൂസ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ആ ഒരു ഗോതമ്പ് പൊടിയുടെ കൂട്ട് 3 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. ഇനി ഇത് കൈ ഉപയോഗിച്ച് നല്ലപോലെ ഞെരടി ഒന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ആ ഒരു ഗോതമ്പ് പൊടിയിൽ നിന്നും നല്ലപോലെ പാലിളകി വരും. അതാ ഈ ഒരു രീതിക്ക് ഞാൻ നല്ലപോലെ തന്നെ ഒന്ന് ഞെരടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലത്തെ സ്ട്രെയിനറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ ആ ഒരു പാല് മാത്രമായിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് അനക്കി കൊടുക്കുക. ആദ്യം ഒന്ന് അനക്കി കൊടുക്കുക. പിന്നെ കൈ ഉപയോഗിച്ച് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു പിണ്ടി മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ദാ ഇതുപോലെ ഒന്ന് ആ ഒരു പിണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമില്ല, ഇത് കളയാം. ആ ഒരു പാലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഞാനിവിടെ ഇത് ഒന്നും കൂടെ ചെറിയ സ്ട്രെയിനറിലൂടെയും കൂടെ സ്ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം ആ ഒരു പാല് മാത്രമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ തുണിയിലേക്കൂടെ സ്ട്രെയിൻ ചെയ്താലും നല്ല എളുപ്പത്തിൽ നമുക്കിത് ആ ഒരു പിണ്ടി മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. ദാ ഈ ഒരു രീതിക്ക് ഞാനിവിടെ നന്നായിട്ട് തന്നെ പാല് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാല് അരമണിക്കൂർ നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണെങ്കിൽ ആ ഒരു പാലൊന്ന് ഊറിക്കൂടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വെള്ളം തെളിഞ്ഞു വരും. ഇങ്ങനെ ആ ഒരു വെള്ളം മാറ്റിയെടുക്കുകയാണെങ്കിൽ നമ്മളുടെ കുക്കിംഗ് ടൈം ഒന്ന് കുറച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു വെള്ളം മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സമയമില്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് മൊത്തത്തിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിതിപ്പോൾ ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നിന്ന് പറ്റാവുന്നത്ര വെള്ളം ഒന്ന് മാറ്റിയെടുത്തിട്ട് ആ ഒരു കട്ടിയായിട്ടുള്ള പാല് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ ഇത്രയും വെള്ളം ഞാനൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ പാല്. ഈ ഒരു പാലൊഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹൽവ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതുപോലെ പാലെടുത്തിട്ട് തയ്യാറാക്കിയെടുക്കാൻ സമയമില്ലെങ്കിൽ ഡയറക്റ്റ് ഗോതമ്പ് പൊടി ഇട്ടിട്ടും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഞാനിവിടെ ക്യാരറ്റ് പ്യൂരി നേരത്തെ തയ്യാറാക്കി വെച്ചത് എത്രയുണ്ടെന്നൊന്ന് അളന്ന് നോക്കുന്നുണ്ട്. ഏകദേശം 2.5 കപ്പിൻ്റെ അടുത്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഗോതമ്പിൻ്റെ പാലും കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം മാത്രം സ്റ്റൗ ഓണാക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് കുക്ക് ചെയ്താൽ മതി. ഇത് ലോ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നല്ല അടികട്ടിയുള്ള പാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിവിടെ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നന്നായിട്ട് അത് തിളച്ച് ഒന്ന് കുറുകിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കുറച്ച് കഴിയുന്തോറും ഇതിങ്ങനെ കുറുകി വന്നുകൊണ്ടിരിക്കും.
ഏകദേശം 20 മിനിറ്റോളം ആകുമ്പോഴേക്കും ഈ ഒരു പാകത്തിന് കുറുകി കിട്ടും. ആ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് അളവ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ഇത് ശർക്കര ഉപയോഗിച്ചും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. രുചിയിലൊരല്പം വ്യത്യാസം ഉണ്ടാകും, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഞാനിവിടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം, ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊരു കറക്റ്റ് പാകാവുന്നവരെ ഒന്ന് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് 30 മുതൽ 35 മിനിറ്റ് നേരത്തേക്കാണ്. ആ ഒരു സമയമാകുമ്പോഴേക്കും ഇത് നന്നായിട്ട് കുറുകി വരും. ഇതുപോലെ ഒന്ന് കട്ടിയായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ചേർത്ത് തുടങ്ങാം. ഞാനിവിടെ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ അളവിൽ ആദ്യം ചേർത്തിട്ടുണ്ട്. ആ നെയ്യ് ഒന്ന് നല്ലപോലെ യോജിച്ച് വന്നതിന് ശേഷം നല്ല കുറുകി വരുമ്പോഴാണ് നമ്മൾ അടുത്ത നെയ്യ് ചേർക്കുന്നത്. ഒരിക്കലും നെയ്യ് നമ്മൾ ഒന്നിച്ചല്ല ചേർക്കുന്നത്. ഇതുപോലെ കുറച്ചും കൂടെ കട്ടിയായിട്ട് വരുമ്പോൾ നമ്മൾക്ക് അടുത്ത 1 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ആ ഒരു പാകത്തിലേക്ക് റെഡിയാക്കി എടുക്കുകയാണ് വേണ്ടത്. അതുപോലെ നെയ്യ് എപ്പോഴും കുറച്ച് കുറുകി വന്നതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാൻ വേണ്ടി തുടങ്ങിയാൽ മതി. ആദ്യമേ ചേർത്ത് കൊടുക്കരുത്. ഇതിപ്പോൾ ഞാൻ 2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നോക്കൂ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ കട്ടിയായി വന്നതിന് ശേഷം ഏറ്റവും അവസാനമായിട്ട് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു ചേർത്ത നെയ്യ് കൊണ്ട് അതിൻ്റെ ആ സ്ട്രക്ചർ നല്ല കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിവിടെ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മൊത്തം കുക്കിങ്ങും ചെയ്തിരിക്കുന്നത് ഹൈ ഫ്ലെയിമിലാണ്. അപ്പോൾ നല്ല അടികട്ടിയുള്ള പാത്രമാണെങ്കിൽ നമുക്ക് നല്ല ചൂടിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കുറച്ച് എള്ളുമാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഏറ്റവും അവസാനമായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഏലക്കാപ്പൊടി ഞാൻ 1/4 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത്. അതിൻ്റെ ആ ഒരു ക്ലിപ്പിംഗ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് എള്ള് മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് നട്ട്സും ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ കട്ടിയായി വന്നതിന് ശേഷം വേണം നമ്മളിത് ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാൻ. അപ്പോൾ കുക്കിംഗ് ടൈം ഏകദേശം 30 മുതൽ 35 മിനിറ്റ് നേരമാണ്. അപ്പോൾ ഇതുപോലെ ഞാനൊരു പാത്രത്തിൽ നെയ്യ് തടവിയിട്ട് കുറച്ച് എള്ളിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹൽവയുടെ കൂട്ടിട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. സ്പൂണിൽ കുറച്ച് നെയ്യാക്കിയിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പറ്റിപ്പിടിക്കാതെ നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഏകദേശം 1 മണിക്കൂർ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല, റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. കണ്ടിൽ ഒട്ടും പറ്റിപ്പിടിക്കാതെ നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത്. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ ഒരല്പം ചൂയി ആയിട്ടുള്ള ഒരു ടൈപ്പ് ഹൽവയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ക്യാരറ്റും ഗോതമ്പ് പൊടിയൊക്കെ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ ഇതിൽ ക്യാരറ്റിൻ്റെ ഫ്ലേവർ നല്ല പോലെ ഉണ്ടായിരുന്നു. സാധാരണ കോൺഫ്ലവറൊക്കെ വെച്ചിട്ടാണ് ക്യാരറ്റ് ഹൽവ തയ്യാറാക്കി എടുക്കാറ്. അതിൻ്റെ ആ ഒരു സ്ട്രക്ചറിൽ നിന്ന് നല്ല വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ രുചിയിലും നല്ല വ്യത്യാസമുണ്ട്. ഇത് ആ ഒരു കേരള ടൈപ്പ് ഒരല്പം ചൂയി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹൽവയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ ഒരു ഗോതമ്പ് പൊടിയുടെ പാലെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു പണി ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ സിമ്പിൾ പ്രോസസ്സാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.